അതുപോലെ മറ്റൊരു അടയാളം ശ്രദ്ധിക്കൂ. ഇങ്ങനെ വളഞ്ഞൊരു അലിഫിനെ കാണാം. വളഞ്ഞ ഒരു അലിഫിനെ കാണാം. ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? സാധാരണ അലിഫ് നമ്മൾ കാണാം ഒരു വര. ഇതങ്ങനെ, ഇത് അല്പം വളവുള്ളതാണ്. അതായത് ഒരു യഥാർത്ഥത്തിൽ ഒരു വാളിന്റെ രൂപത്തിലുള്ള, ഒരു കത്തിയുടെ രൂപത്തിലുള്ള ഒരു അലിഫാണ്. അറബിയിൽ ഇതിന് അൽ അലിഫുൽ ഖൻജരിയ എന്ന് പറയും. ഖൻജർ എന്ന് പറഞ്ഞാൽ കട്ടാരക്കത്തി എന്നാണ് പറയാറുള്ളത്. സൈഫ് എന്ന് പറഞ്ഞാൽ വാള്. സിക്കീൻ എന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി. ഇത് ഖൻജർ, കട്ടാരക്കത്തി എന്ന് പറയും. ഇതിന്റെ പിടി അങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ ഉള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതാണ് ഈ കാണുന്നത്. പ്രിന്റിങ്ങിൽ ഈ രൂപത്തിൽ കാണുന്നില്ലെങ്കിലും ഇതാണ് എന്റെ ഒറിജിനൽ രൂപം. ഒരു വളഞ്ഞ ഒരു അലിഫ്, കത്തിയുടെ പിടി മുറിഞ്ഞ കത്തിയുടെ ഷേപ്പിൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇവിടെ നോക്കൂ, റാലിക്കൽ കിതാബു എന്ന് എഴുതിയ സ്ഥാനത്ത് റാലിക്ക എന്ന ഈ ഫതഹിനെ നീട്ടാൻ ഇവിടെ അലിഫ് ഇല്ല. നോക്കൂ, റാലിക്ക, ഇവിടെ റാലിക്ക ഈ ഫതഹിനെ നീട്ടാൻ ഇവിടെ ഒരു അലിഫ് വേണ്ടിയിരുന്നു. പക്ഷെ അവിടെ അലിഫ് ഇല്ല. അപ്പൊ അലിഫ് ഇല്ലെങ്കിൽ നമ്മൾ അവ ഇട്ടുകൊടുക്കാൻ പാടുണ്ടോ? അത് പാടില്ല. പിന്നെന്താ വേണ്ടത്? ഇവിടെ ഈ ഫതഹിനെ നീട്ടാൻ വേണ്ടി താൽക്കാലികമായി കൊടുക്കുന്ന ഒരു അലിഫാണ് അലിഫുൽ ഖൻജരിയ. അതാണ് ആ ഒരു വളവില്ല ഒരു അലിഫിന്റെ രൂപം കാണാൻ കാരണം. അത് അല്പം മുകളിലാണ് എഴുതുക. അപ്പോൾ അകാരത്തെ നീട്ടാൻ, ഫതഹിനെ നീട്ടാൻ അക്ഷരമില്ലാത്ത സ്ഥാനത്ത് താൽക്കാലികമായി കൊടുക്കുന്ന ഒരു അക്ഷരമാകുന്നു, ഒരു മദ്ദക്ഷരമാകുന്നു അൽ അലിഫുൽ ഖൻജരിയ. അതിപ്പോ നിങ്ങൾ നോക്കൂ, ഇതെന്താ വായിക്കാം? മലിക്കി. സാധാരണ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ കാണാം ഈ ഫതഹിനെ നീട്ടാൻ ഇവിടെ അലിഫില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെയും കൊടുക്കുന്ന ഒരു അലിഫുണ്ട്. അതാണ് അലിഫുൽ ഖൻജരിയ. ആ അലിഫിന്റെ രൂപവും ഒരു കത്തിയുടെ രൂപമാണ്. അപ്പോൾ അകാരത്തെ നീട്ടാൻ, ഫതഹിനെ നീട്ടാൻ അക്ഷരമില്ലാത്ത സ്ഥാനത്ത് താൽക്കാലികമായി കൊടുക്കുന്ന ഒരു മദ്ദാണ് ഇത് അലിഫുൽ ഖൻജരിയ. നോക്കൂ, ഇവിടെ അതാണ് കാണിക്കുന്നത്. റാലിക്കൽ കിതാബ്. അടുത്തതായി അലിഫ്. ഈ അലിഫിന്റെ പ്രത്യേകത, ആ അലിഫിന്റെ മുകളിൽ ഒരു വാല് മുറിഞ്ഞ സ്വാദിനെ കാണാം. എന്ന് വെച്ചാൽ അലിഫിന്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ് ഇതിന്റെ പേര്. ഈ ഹംസയുടെ അലിഫിന്റെ മുകളിൽ കാണുന്ന വാല് മുറിഞ്ഞ സ്വാദ്, ഇതാണ് ഹംസത്തുൽ വസ്ലിന്റെ ഷോർട്ട് ഫോം. ഇതാകുന്നു ഹംസത്തുൽ വസ്ൽ. ഈ ഹംസത്തുൽ വസ്ലിനെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഹംസത്തുൽ വസ്ലിന്റെ, ഇതാണ് ഹംസത്തുൽ വസ്ൽ, വാല് മുറിഞ്ഞ സ്വാദ്. ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നാൽ ഇവിടെ വായിക്കാൻ നമുക്ക് ഇദാ അശംസു എന്താണ് എഴുതിയത്? ഇദാ അശംസു. ഇവിടെ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നിരിക്കുന്നു. അങ്ങനെ വന്നാൽ ദീർഘാക്ഷരത്തെ കട്ട് ചെയ്യണമെന്നാണ്, ഉച്ചരിക്കാൻ പാടില്ല. രണ്ടാമത്, ഹംസത്തുൽ വസ്ൽ ചേർത്തി ഓതുമ്പോൾ ഹംസത്തുൽ വസ്ൽ സെന്ററിൽ കുടുങ്ങിയാൽ അവനെയും കട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ അവനെയും കട്ട് ചെയ്തു. ഇപ്പോ നമുക്ക് എങ്ങനെ വായിക്കാം? ഇദാ ശംസു. ഇവിടെ ഒരു ലാമുണ്ട്. ലാമിന് ഫത്വ കസ്റ വമ്മ ഒന്നുമില്ലാത്തത് കൊണ്ട് തൽക്കാലം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ തൽക്കാലം സൈലന്റ് ആക്കിയിടാം. ഇദ ശംസു. യഥാർത്ഥത്തിൽ ഇത് ശംസിയ അക്ഷരമായതുകൊണ്ട് സുക്കൂനിലെ ലാമിന്റെ നിയമത്തിൽ ഈ ലാമിനെ ഈ സീനിൽ ഇദ്ഗാം ചെയ്തു. അങ്ങനെയാണ് ഈ ഇതിന്റെ ഹർക്കത്ത് നഷ്ടപ്പെട്ടു പോയത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് വ്യക്തമായി പറയാം.
ഇവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഹംസത്തുൽ വസ്ലിന്റെ നിയമത്തിൽ ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നാൽ അതിനെ കളയണം എന്നാണ്. രണ്ടാമത് ഹംസത്തുൽ വസ്ൽ ഈ ആയത്തിന്റെ സെന്ററിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ചേർത്തി അങ്ങോട്ട് ഓതുമ്പോൾ അതിനെയും കളയണമെന്നാണ്. ഇപ്പോൾ സുഖമായല്ലോ. ഇദശംസു കുവ്വിറത് വളരെ സുഖമായിട്ട് ഓതാൻ സാധിക്കും. വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു അക്ഷരം ഇവിടെ ഒരു അക്ഷരം ഇവിടെ ഒരു അക്ഷരം ഇതൊന്നും ഇല്ലാതെ വായിക്കാതെ ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ ചാടാൻ കാരണം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ ഹംസത്തുൽ വസ്ലിന്റെ മറ്റൊരു നിയമമാണ്. നോക്കൂ, ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ, തെൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ലൊമ്മ്, രണ്ട് ഫത്ഹ്, രണ്ട് കസ്ർ, ഇതാണല്ലോ തെൻവീൻ. ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ തെൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റണം എന്നാണ്. കസ്റുള്ള നൂൻ ചില സ്ഥലങ്ങളിലെ മുസ്താഫുകളിലെല്ലാം ഇങ്ങനെ കസ്റുള്ള നൂനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ തെൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റണം. അപ്പൊ എങ്ങനെ വായിക്കാം? യൗമ ഇദിനിൽ മസാഖ്, യൗമ ഇദിനിൽ മസാഖ്. അപ്പോൾ ഹംസത്തുൽ വസ്ലിന്റെ 3 നിയമം നമ്മൾ പഠിച്ചു. ഒന്ന്, ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ ദീർഘാക്ഷരം വന്നാൽ കളയുക. 2, ഹംസത്തുൽ വസ്ലിനെ ചേർത്തി ഓതുമ്പോൾ അതിനെയും കളയുക. 3, ഹംസത്തുൽ വസ്ലിന്റെ തൊട്ട് മുന്നിൽ തെൻവീൻ വന്നാൽ തെൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റണം. ഇതുപോലെ പല നിയമങ്ങളും വേറെയും ഉണ്ട്. പക്ഷെ നാം അത്രത്തോളം വിശദമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സംക്ഷിപ്തമായിട്ടാണ് ഈ വിഷയം.